ഹലോ ഓൾ കീമിൻ്റെ രണ്ടാമത്തെ ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരുന്ന ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തീർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് അടുത്ത റൗണ്ട് അലോട്ട്മെൻറ്റിൽ അപ്ഗ്രഡേഷൻ വേണ്ട കുട്ടികളുണ്ട്. കുറേ അധികം ആളുകൾക്ക് അപ്ഗ്രഡേഷൻ വേണം. പുതിയ കോളേജുകളിലേക്ക് മാറണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ അപ്ഗ്രഡേഷൻ വേണ്ട, നമുക്കിപ്പോൾ കിട്ടിയ കോളേജിൽ തുടർന്ന് പോകാനാണ് താല്പര്യം. ഇനി ഇപ്പോൾ കിട്ടിയിട്ടുള്ള MBBSO BDSO സീറ്റ് വേണ്ട, അത് റിസൈൻ ചെയ്യാണ്. കാരണം മെഡിക്കൽ അലൈഡിൻ്റെ ഒക്കെ ഓപ്ഷൻ വന്നപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള BDS സീറ്റ് MBBS സീറ്റ് റിസൈൻ ചെയ്യാനാണെങ്കിലാണ്. ഇനി അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിലവിലത്തെ റൗണ്ട് 2 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആൻഡ് അതുപോലെ തന്നെ ലോക്കിംഗ് എന്നുള്ളൊരു സംഭവം, ഈ റൗണ്ട് 2 ലോക്കിംഗ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് നമ്മൾ എൻ്റർ ആവുന്നുണ്ടാവുക. അപ്പോൾ അത് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇപ്പോൾ ആക്ച്വലി ഇന്ന് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 12-ാം തീയതി വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ സമയത്ത് വന്നിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ ഈ കീമിൻ്റെ രണ്ടാമത്തെ റൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ, ആ നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് ജസ്റ്റ് കടന്നു പോവാം. ഇത് സ്കീം 2024 വെബ്സൈറ്റിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സ്ഥലത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം 18-ാം തീയതിയാണ്. ഓണത്തിനൊക്കെ ശേഷം 18-ാം തീയതിയാണ് നമ്മൾ ഇതിൻ്റെ സമയം അവസാനിക്കുന്നത്. അപ്പോൾ 5-6 ദിവസം നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ തുടക്കത്തിലെ ഫസ്റ്റ് പേജ് തന്നെ അവർ അണ്ടർലൈനൊക്കെ ചെയ്ത് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ MBBS BDS അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായി പരിഗണിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടി? അപ്ഗ്രഡേഷൻ വേണ്ടവർക്കും വേണം, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. പണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളവരാണ്. വളരെ നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇത് ചെയ്യാനുള്ള സമയം 18-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നായിട്ട് അതില്ല, സീറ്റ് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം അവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പുതിയൊരു കോളേജ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് വാളയാർ ഒരു പ്രൈവറ്റ് കോളേജ് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളൊരു കാര്യം. സോ ഫസ്റ്റത്തെ ടോപ്പിക് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് അലോട്ട്മെന്റ്, കേരള ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് 2 തരത്തിലുള്ള കുട്ടികളുണ്ട് അല്ലേ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ടഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതിനകത്ത് ചില ആൾക്കാർക്ക് എന്തെന്ന് വെച്ചാൽ സീറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്. സീറ്റ് കിട്ടിയ ആൾക്കാരിൽ സീറ്റ് കൺഫേം. ഇപ്പോൾ ഒരാൾക്ക് കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. ഈ സീറ്റ് മതി എന്നുള്ള ആൾക്കാരുണ്ടല്ലോ. സോ ഈ സീറ്റിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാരുണ്ട്. ആ സെയിം സീറ്റിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാരുണ്ട്. ഇവർ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം സീറ്റിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മറ്റാൾക്കാർക്ക് എനിക്ക് അപ്ഗ്രഡേഷൻ വേണം എന്നുള്ള ആൾക്കാരുണ്ട്. അതായത് എനിക്കിപ്പോൾ കിട്ടിയത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയത് മഞ്ചേരിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് ആരാണ്, എനിക്കിപ്പോൾ കിട്ടിയത് എറണാകുളമാണ്, എനിക്ക് കിട്ടിയത് കണ്ണൂരാണ്, ആലപ്പുഴയിലേക്കോ കോട്ടയത്തിലേക്കൊക്കെ മാറണം, എനിക്കിപ്പോൾ കിട്ടിയ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അത് MBBS-നും BDS-നും അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ സാധനത്തിൽ അപ്ലൈ ചെയ്യണം. നിർബന്ധം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രഡേഷനിൽ നിങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുപോലെ തന്നെ നോട്ട് അലോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് അലോട്ട്മെന്റ് നടന്ന സമയത്ത് എന്ത് ചെയ്തില്ല, നോട്ട് അലോട്ടഡ്, ഇതുവരെ സീറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. എന്താ പറയുക, ഒരു 7,000-8,000 വരെയുള്ള ആളുകൾക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചില ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ സീറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാറുണ്ട്. ആൻഡ് ഈ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാതെ നമുക്ക് എന്ത് പോസിബിൾ ആവില്ല, ഈ 2 കാര്യങ്ങൾ പോസിബിൾ ആവില്ല. ഒന്ന് അപ്ഗ്രഡേഷനും പോസിബിൾ ആവില്ല, നോട്ട് അലോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടുകയില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ അവസരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 18-ാം തീയതിയാണ്. 18/9 വൈകുന്നേരം വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 18/9 മുന്നേ നമ്മൾ ഈ സാധനം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ അലോട്ട്മെന്റ് നിന്ന് പുറത്താവുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കുട്ടികളിലേക്കും ഈ സാധനം, ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. എല്ലാവരോടും, നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സ് ആൾക്കാരോടൊക്കെ പറയണം, നിങ്ങളൊന്ന് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇനി നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓൾറെഡി അലോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കിട്ടി, സീറ്റ് കിട്ടിയ ആളാണ് എന്ന് വിചാരിക്കുക, സീറ്റ് കിട്ടിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കിട്ടിയ സീറ്റിൻ്റെ നേരെ മുകളിലുള്ള ഓപ്ഷൻസ്, അതായത് നമ്മുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം അവിടെ കിടക്കുന്നുണ്ടാവും.
ആ കിട്ടിയ ഓപ്ഷൻ അവിടെ ലോക്കായി കിടക്കുന്നുണ്ടാവും. അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് എല്ലാം അവിടെ കിടക്കുന്നുണ്ടാവും. ഈ ഹയർ ഓപ്ഷൻസിന്ന് നമുക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ മേളിൽ നമ്മൾ അന്ന് കൊടുത്തപ്പോൾ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താല്പര്യമില്ലാത്ത സാധനങ്ങൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിന്റെ ഓർഡർ ഒന്ന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 പോസിബിലിറ്റീസ് ആണ് നമ്മൾ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹയർ ഓപ്ഷൻസിനകത്തുനിന്ന് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ഡിലീറ്റ് റീഅറേഞ്ച് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ എന്തുണ്ട്, ഒരു കൺഫേം എന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് തന്നെയല്ലേ നമ്മൾ ഉദ്ദേശിച്ചെന്നുള്ള സാധനം ഉണ്ട്. കൺഫേം എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നിർബന്ധമായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത റൗണ്ട് അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സീറ്റ് കിട്ടാത്ത കുട്ടിയുണ്ടല്ലോ, നമ്മൾ കുറെ ആളുകളുണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല, ഇതുവരെ സീറ്റ് ഇല്ലാത്ത കുട്ടികൾ, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള കുട്ടിയുണ്ട്. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുത്ത എല്ലാ ഓപ്ഷൻസും അവിടെ കിടക്കുന്നുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ എന്ത് ഓപ്ഷനാണോ കൊടുത്തത് ആ ഓപ്ഷൻസ് എല്ലാം തന്നെ അവിടെ കിടക്കുന്നുണ്ടാവും. ആ ഓപ്ഷനകത്തും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആ ഓപ്ഷനിൽ റീഅറേഞ്ച്മെന്റുകൾ വേണമെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡിലീറ്റും റീഅറേഞ്ച്മെന്റും ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഡിലീഷനും റീഅറേഞ്ച്മെന്റും നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടിയിൽ എന്തുണ്ട്, ഒരു കൺഫേം ബട്ടൺ ഉണ്ട്. ഈ കൺഫേം ബട്ടൺ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അടച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത്തവണ കയറി അത് ഈ 18-ാം തീയതിക്ക് മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലോ അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടുകളിലോ സീറ്റ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ട് നമ്മൾ മുഴുവനായിട്ടും നമ്മുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ മുഴുവനായിട്ടും പുറത്താവുന്ന ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ ഇതുവരെ കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൺഫേം ബട്ടൺ എന്ന് പറയുന്ന ആ സാധനം നമ്മൾ അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് കാര്യം. ഇനി സീറ്റ് കിട്ടിയ കുട്ടി ഓക്കെ ആണോ, സീറ്റ് കിട്ടി, ഇപ്പോൾ സീറ്റ് ഉണ്ട്, ഓക്കെ ആണല്ലോ അല്ലേ, സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് കിട്ടിയിട്ട് ഈ കുട്ടിക്ക് ഇനി ഇതിൽ തന്നെ തുടരാനാണ് താല്പര്യം, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട, നമുക്ക് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കിട്ടിയത്, തിരുവനന്തപുരം കിട്ടിയത്, തൃശ്ശൂരാണ് കിട്ടിയത്, എനിക്കിനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അപ്ഗ്രഡേഷൻ വേണ്ട എന്നുള്ള കുട്ടിയാണെങ്കിൽ, നോ അപ്ഗ്രഡേഷൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ 2 വഴികളുണ്ട് അവിടെ. ഒന്ന്, നമ്മൾ അങ്ങോട്ട് ഇനി തിരിഞ്ഞു നോക്കുകയേ ചെയ്യണ്ട. അതായത് ഇനി ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കയറി അപ്ഗ്രഡേഷൻ കൊടുക്കുക, കൺഫേം ചെയ്യുകയോ വേറെ കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയേ വേണ്ട. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ അതിൽ പോയിട്ട് ഓൾ ഹയർ ഓപ്ഷൻസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഹയർ ഓപ്ഷൻസ് ഇല്ലേ, എല്ലാ ഹയർ ഓപ്ഷൻസ് ഈ ഹയർ ഓപ്ഷൻസ് എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ഹയർ ഓപ്ഷൻസും, ഓൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. ദിസ് ഈസ് ദ ഓപ്ഷൻ. ഇതാണ് 2 വഴികളുള്ളത്. ഒന്നെങ്കിൽ അന്ന് അങ്ങോട്ട് പോവുകയേ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, കൺഫേം ഞെക്കാനോ തുറക്കാനോ പിടിക്കാനോ ഒന്നിനും വേണ്ട. നിങ്ങൾ ഇനി കൺഫേം ഞെക്കാനാണെങ്കിൽ എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്തിട്ട് കൺഫേം ഓപ്ഷൻ ഞെക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് പുതിയ ഓപ്ഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാ ഓപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ ഒരു കോളേജാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന, വാളയാറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. അവിടുത്തെ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ 7,50,000 രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത്. ആ കോളേജ് മാത്രമാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിംസ് ആഡ് ചെയ്യാം. അത് ഏത് ലെവലിൽ എത്രാമത്തെ ഓപ്ഷനോ വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ടോ ലാസ്റ്റ് ഓപ്ഷനായിട്ടോ ഒക്കെ വെക്കാൻ വേണ്ടി പറ്റും. പേഴ്സണലി പറയാം, അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ദിസ് ഷുഡ് ബി യുവർ ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ഞാൻ പറയാം. സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആക്കിയിട്ട് വെച്ചാൽ മതിയാവും എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. മറ്റൊരു വീഡിയോ, പുതിയ മെഡിക്കൽ കോളേജ് എന്നുള്ള രൂപത്തിലുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാണ്, പിംസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുതിയ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ കോളേജ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റുകൾ, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ള ഒരു കോളാണ്. ആ കുട്ടിക്ക് BDS കിട്ടി. ആ കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, സാർ എനിക്ക് BDS ഒരു താല്പര്യമില്ല, 100% താല്പര്യമില്ലാത്ത സാധനമാണ്. പിന്നെ ഓപ്ഷൻ വെച്ചപ്പോൾ അങ്ങനെ അങ്ങ് വെച്ചുപോയി. എന്നിട്ട് എനിക്കിനി അതിനകത്ത് തുടരാൻ താല്പര്യമില്ല എന്നുള്ള ഒരു രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഓൾ ഇന്ത്യ റൗണ്ട് 2 നമുക്ക് കുറച്ചുകൂടി ബെറ്റർ സീറ്റ് കിട്ടി. അങ്ങനെ ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ റൗണ്ട് 2 ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ബെറ്റർ സീറ്റ് പുറത്ത് എവിടെയെങ്കിലും കിട്ടി. അപ്പോൾ ഒന്നെങ്കിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൗണ്ട് 2 ഒരു ബെറ്റർ സീറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡേറ്റ് അവർ തന്നിട്ടുള്ള 18/9, ഈ മാസം 18-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിലവിൽ കിട്ടിയ സീറ്റ് റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് പൈസ നഷ്ടമോ വേറെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ സാധനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അഥവാ 18-ാം തീയതിക്ക് ഉള്ളിൽ നമ്മൾ റിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിലവിൽ കേരളത്തിൽ കിട്ടിയ ഒരു സീറ്റാണ് കേട്ടോ, 18-ാം തീയതിക്ക് ഉള്ളിൽ റിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു സീറ്റിൽ തുടരാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഓൾ ഇന്ത്യ റൗണ്ട് 2ന്റെ അലോട്ട്മെന്റ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വരും. ഓക്കെ ആണോ?
ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12-ാം തീയതിയാണ്. 12/9-നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മിക്കവാറും അത് 13-ാം തീയതി, 14-ാം തീയതി, 13 അല്ലെങ്കിൽ 14-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് വരും, ഓൾ ഇന്ത്യ റൗണ്ട് 2ൻ്റെ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2ൻ്റെ ഫൈനൽ ലിസ്റ്റ് വരും. ഓക്കെ, ആ ഫൈനൽ ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ആയിട്ട് വരുന്നുണ്ടാവും. ഈ ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരു സീറ്റ് ഇവിടെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, സീറ്റ് കിട്ടും, ഒരു സീറ്റ് അലോട്ടഡ് ആവും, അല്ലെങ്കിൽ സീറ്റ് അലോട്ടഡ് ആവില്ല. ഇത് 2 പോസിബിലിറ്റി ആണല്ലോ, സീറ്റ് അലോട്ടഡ് ആവില്ല. അപ്പോൾ ഈ സീറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്ന സീറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കേരള റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. കേരള സീറ്റ് നിങ്ങൾക്ക് കിട്ടിയത് റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ തുടരണോ, ഓൾ ഇന്ത്യയിൽ പോയി ജോയിൻ ചെയ്യണോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത്. നമുക്ക് ആ വരുന്ന ദിവസം കൊണ്ട് നമുക്ക് ഈ ഓൾ ഇന്ത്യ കോട്ടേൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഇനി കേരളത്തിൽ തുടരണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ കേരള റിസൈൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18/9 18/9 മുൻപ് വൈകുന്നേരത്തിന് മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അടച്ച ഫീസ് എത്രയാണോ, ഇപ്പോൾ സെൽഫ് ഫിനാൻസിംഗിൽ അടച്ചത് 7-8 ലക്ഷം രൂപയാണെങ്കിൽ ആ ഫീസ് മുഴുവനായിട്ടും, ഇനി ഗവൺമെന്റിൽ അടച്ച 25,000 രൂപയാണെങ്കിൽ ആ ഫീസ് മുഴുവനായിട്ട് നമ്മുടെ അടച്ച അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ സീറ്റ് സുഖമായിട്ട് റിസൈൻ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി എ കൈൻഡ് ഓഫ് ലോക്കിംഗ് വരുന്നുണ്ടാവും. ഇപ്പോൾ അത് എങ്ങനെയാണ് ഇതിന്റെ ലോക്കിംഗ് മെക്കാനിസം വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇനിയിപ്പോൾ നമുക്ക് നേരെ മുന്നിലേക്ക് വരാനുള്ളത് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 ആണ് ഇപ്പോൾ വരാനുള്ളത്. ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 അലോട്ട്മെന്റ് ആണ് നമുക്ക് നേരെ മുന്നിൽ വരാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും, ഈ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 കഴിഞ്ഞ് ഇപ്പോൾ അവർ ഡേറ്റ് നമുക്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന സമയം 18-ാം തീയതിയാണ്. 19-ാം തീയതി തന്നെ അതിന്റെ എന്ത് സംഭവിക്കും, അതിന്റെ താത്കാലിക ലിസ്റ്റും 20-ാം തീയതി ഒറിജിനൽ ലിസ്റ്റും വരുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് 21-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നമ്മൾ പോയി ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ട സമയങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ ഫീസ് അടച്ച് തന്നെ ജോയിൻ ചെയ്യണം. ആൻഡ് 26-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലോസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും, കേരള റൗണ്ട് 2 ഓൾ ഇന്ത്യ റൗണ്ട് 2 ആൻഡ് കേരള റൗണ്ട് 2 വരുന്നത്, കേരള റൗണ്ട് 2 തീരുന്നത് ഈ പറയുന്ന 26-ാം തീയതി ആകുമ്പോഴത്തേക്കും തീരുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കണ കാര്യം വെച്ചാൽ, ഏതെങ്കിലും കുട്ടി ഓൾ ഇന്ത്യ റൗണ്ട് 2 പോയിട്ട് അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ഓൾ ഇന്ത്യ റൗണ്ട് 2 കുട്ടി അഡ്മിഷൻ ഡൺ ആണെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് പോസിബിൾ ആവുന്ന ഒരേ ഒരു അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ റൗണ്ട് 3 ആയിരിക്കും. വേറെ ഒരു അലോട്ട്മെന്റിലേക്ക് ആ കുട്ടി പോകില്ല. ആ കുട്ടി വിൽ ഗോ ഓൺലി ഇൻ ടു ഓൾ ഇന്ത്യ റൗണ്ട് 3ലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ കുട്ടിക്ക് ഇനി കേരള റൗണ്ട് 2ലേക്കോ കേരള റൗണ്ട് 3ലേക്കോ വേറെ എങ്ങോട്ടെങ്കിലേക്കോ വരാനുള്ള പൊസിഷൻ അവിടെ നിൽക്കും. ഓൾ ഇന്ത്യ റൗണ്ട് 3 വരെ പോവാം. ആ റൗണ്ട് 3യിൽ കിട്ടുന്ന കോളേജ് നമ്മൾ ലോക്ക് ആവുന്നുണ്ടാവും. അപ്പോൾ പക്ഷേ ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ കേരള റൗണ്ട് 2ലും വരുന്നുണ്ടാവുക. കേരള റൗണ്ട് 2ൽ പോയി നമ്മളൊരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്താ പറയുക, അടുത്ത റൗണ്ട് ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ പോയി പങ്കെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവില്ല. അടുത്തൊരു ഓപ്ഷൻ ഉണ്ടാവുന്നത് കേരള റൗണ്ട് 3 മാത്രമായിരിക്കും. കേരള റൗണ്ട് 3ലേക്ക് നമുക്ക് ഒരു അപ്ഗ്രഡേഷൻ കൊടുക്കുക, എന്നിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടാവും, നമ്മൾ ലോക്കിൻ ആവുക എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കോളേജ് അല്ല നമ്മൾ ലോക്കിൻ ആവുന്നുണ്ടാവുക, നമ്മൾ കിട്ടുന്ന ഒരു സ്ട്രീം, ഇനി എനിക്ക് കേരളത്തിൽ മാത്രമേ കിട്ടുള്ളൂ, ഇനി എനിക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള രൂപത്തിൽ ആ സ്ട്രീം ലോക്കിൻ ആവും. കിട്ടുന്ന കോളേജ് നിർബന്ധമായിട്ട് ലോക്കിൻ ആവുന്നത് റൗണ്ട് 3യിലായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ ഒരു കോളേജ് പിംസ് മാത്രമാണ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ കിട്ടിയ സീറ്റ് റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. 18-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നേ നിങ്ങൾക്ക് മുഴുവനായിട്ട് റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ നമ്മൾ പോയി ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യോ റീഅറേഞ്ച് ചെയ്യോ ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം കൺഫേം ഞെക്കണം. ഇനി അടുത്ത അലോട്ട്മെന്റ് സീറ്റ് കിട്ടണമെങ്കിലോ കയറിയിട്ട് കൺഫേം ഞെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് 19-ാം തീയതി വൈകുന്നേരം അതിന്റെ താത്കാലിക ലിസ്റ്റും 20-ാം തീയതി അതിന്റെ ഒറിജിനൽ ലിസ്റ്റും വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ്, ഇപ്പോഴും 2023 സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതുവരെയൊക്കെയാണ് സീറ്റ് പോയെന്നുള്ള കാര്യം. ഏകദേശം അതേ റേഞ്ച് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ അടിയിലേക്ക് നിങ്ങളുടെ പോസിബിലിറ്റീസ് സാധനങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചേർക്കാൻ വേണ്ടി പറ്റും. ഡോപ്പ സ്റ്റുഡൻസ് കമന്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ബാച്ചും കോർഡിനേറ്റേഴ്സിന്റെ അവിടെ സ്ക്രോൾ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അവിടെ ആഡ് ചെയ്ത് വെക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡോപ്പ സ്റ്റുഡൻസ് നമ്മുടെ ഡയറക്ടേഴ്സിനെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ആണെങ്കിൽ നമ്മുടെ ഓഫീസിൽ കണക്ട് ചെയ്തിട്ട് ഒരു അപ്പോയിൻമെന്റ് ആയിട്ട് എടുത്തിട്ട് തന്നെ വരണം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആവണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. ആൻഡ് മറ്റ് സംശയങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്താ സംശയമുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഈ കമന്റ് ബോക്സിലോ ആയിട്ട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ പറയാം. ആൻഡ് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, പുതിയ കോളേജ് എങ്ങനെയായിരിക്കും, അതിന്റെ പോസിബിലിറ്റീസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഒന്ന് നോക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ കിട്ടാനും നീറ്റായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം മറ്റ് വീഡിയോസ് കിട്ടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സോ സീ യു സൂൺ. ബൈ.